അപ്പോൾ നമ്മൾ ഇന്നും നിൽക്കുന്നത് ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ തന്നെയാണ്. ഭക്തിസാന്ദ്രമാണ് തിരുവനന്തപുരം ആകെ. പൂർണ്ണമായും ഭക്തിസാന്ദ്രം എന്ന് വേണം പറയാൻ. ഇങ്ങനെ ഉത്സവത്തിൻ്റെ കാപ്പുകെട്ട് ആരംഭിച്ച ദിവസം മുതൽ ഇവിടെ എല്ലാവരും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്. പക്ഷേ ഇന്ന് പ്രത്യേകിച്ചും നാളെ പൊങ്കാലയായതുകൊണ്ട് പൂർണ്ണമായും ഭക്തിസാന്ദ്രമാണ്. റോഡുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പിന്നിലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ, ദൃശ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം. നിറയെ ജനത്തിരക്കാണ്. ആഘോഷം പോലെയാണ്. എല്ലാവരും ഭക്തി ഒരു ആഘോഷമാകുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഉഷാറല്ലേ. നമ്മുടെ വേക്കപ്പ് കേരള വർത്തമാനങ്ങൾ ആരംഭിക്കുന്നു ഇവിടുന്ന്. നമ്മുടെ ഒപ്പം ചേരുന്നത് ആര് എന്നല്ലേ, അമൽ തേരമ്പറമ്പിലുണ്ട്. അമലെ ഇങ്ങനെ മാറി നിന്നാൽ മതിയോ? ഓരല്ലേ കൂടെ ഓടി നടന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ. പക്ഷേ ഓടി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ ഓടി നടക്കുമ്പോൾ കൂടെ അമലും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടന്ന വഴികളൊക്കെ ഇന്ന് മണൽത്തരി വീഴാനിടമില്ലാത്ത അത്ര തിരക്കിലാണ്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമുക്കും ഇങ്ങനെ മുന്നിലൂടെയും പിന്നിലൂടെയും ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ ഭക്തജന തിരക്ക് തന്നെയാണ്. വന്നപ്പോഴേ മോത്തി ആദ്യമേ ഓഫീസിൽ നിന്ന് ഇവിടേക്ക് പോകുന്നു. ഞാൻ ഇത്തിരി വൈകിയാണല്ലോ എത്തിയത്. ഞാൻ വിചാരിച്ചു മോത്തിക്കൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്ന് വൈകിയതിന്റെ കാരണം. മുണ്ടൊക്കെ എടുത്ത് സുന്ദരനാവാൻ കുറച്ച് സമയം എടുത്തു, അതാണ് കാര്യം. മോത്തിക്കൊപ്പം പിടിച്ചിരിക്കണ്ടേ. അപ്പോൾ ഞാൻ കയറി വന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം അത്ര വലിയ ജനത്തിരക്ക് മറികടന്ന് വേണമായിരുന്നു ഇവിടേക്ക് വരാൻ. ഇപ്പോഴെന്തായാലും ആ നടപ്പന്തൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്ക് അടുക്കാൻ കഴിയാത്ത അവസ്ഥ നിറയുമെന്ന്. ഇതിപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ അവസ്ഥയാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇവിടേക്കൊന്ന് വന്ന് തൊഴുതു പോകണമെങ്കിൽ മിനിമം ഒരു 3 മണിക്കൂർ നിന്നാലേ നിന്നിട്ടാണ് പലരും ദർശനം നടത്തിയത്. അപ്പൊ ഇന്ന് 3 മണിക്കൂറൊന്നും മതിയാവുമെന്ന് തോന്നുന്നില്ല. ഈ ക്ഷേത്ര പരിസരവും കടന്ന് റോഡിലേക്കും അതിന് പിന്നിലേക്കും ഒക്കെ പോയിട്ടുണ്ട് ക്യൂ. ആളുകളൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരൊക്കെ മിക്കവാറും ആളുകളൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ നേരത്തെ ഞാൻ വന്ന വഴികളിലൊക്കെ വഴിയോരങ്ങളിൽ ആളുകൾ കിടന്നുറങ്ങുകയാണ്. കാരണം അവർക്ക് 2-3 ദിവസം മുമ്പ് വന്നാണ്. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു തിരുവനന്തപുരത്ത് ഇനി റൂം പ്രതീക്ഷിക്കണ്ട, കാല് കുത്താൻ പോലും സ്ഥലമില്ല, പിന്നെയല്ലേ റൂം. അപ്പൊ ഇവിടെ താമസ സൗകര്യമെന്നല്ല, ഇവിടെ വന്നിറങ്ങാൻ തന്നെ ഒരു വാഹനത്തിൽ വന്നിറങ്ങി കാല് വെക്കാൻ തന്നെ സ്ഥലമില്ലാത്ത ആളുകളൊക്കെ. അതെ, നിങ്ങളൊക്കെ എവിടുന്ന് വന്നവരാ? ഞങ്ങള് കൊല്ലം ചവറ. ഇനി എന്നാ എത്തിയത്? ഇന്നാണോ എത്തിയത്? ഇന്ന് രാവിലെ അരമണിക്കൂറായത്. ഇനിയിപ്പോ മടക്കം പൊങ്കാലിട്ട് കഴിഞ്ഞോളൂ അതോ ഇന്ന് മടങ്ങും? അല്ല, നാളെ പൊങ്കാല കഴിഞ്ഞിട്ട് മടങ്ങും. ഒരു കൊല്ലം ചവറക്കാരാണ്. അതേപോലെ ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്നായി വന്ന ആളുകളൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മൾ പാലക്കാട് ഇന്നലെ വൈകുന്നേരമേ രാവിലെ നമ്മൾ സംസാരിച്ച് പോയതിന് ശേഷം വൈകുന്നേരം സേതു വന്നിരുന്നു. അപ്പോൾ സേതു പറഞ്ഞത് തിരുവനന്തപുരത്തിന് പുറത്തേക്ക് വളർന്നു. ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തിന് പുറത്തേക്കല്ലെന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സേതു തിരുത്തി. കാരണം ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആളുകളെ മദ്രാസിൽ നിന്ന് വന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് 2 ആളുകൾ വന്നിരുന്നു. അവർക്കിത് കഥയൊന്നും അറിയില്ല, എങ്കിലും ഇവിടെ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞ് വന്ന ആളുകളാണ്. മോത്തി നമുക്ക് ആളുകളോട് കൂടുതൽ സംസാരിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇവരൊക്കെ വലിയ ത്യാഗം സഹിച്ച്. പിന്നെ ഇന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 7 ജില്ലകളിലെ ചൂടിന്റെ കാര്യം കൂടി പറയുന്നുണ്ട്. വെന്തുരുകുവാണ് തിരുവനന്തപുരം പ്രത്യേകിച്ച്. ഇത്രയധികം ആളുകൾ കൂടി വന്നു ചേരുന്നു. മാത്രമല്ല നാളെ പൊങ്കാല കൂടിയുണ്ട്. അടുപ്പിലെ ചൂട് ഇതെല്ലാം സഹിച്ച് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ചൂടിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഇവരോട് ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. അതായത് ചൂടിന്റെ കാര്യം ഞാൻ എപ്പോഴും മുന്നറിയിപ്പ് കൊടുക്കാറുള്ളതാണ്. വെള്ളം ഒരുപാട് കുടിക്കണം. വീട്ടിൽ നിന്നൊക്കെ പൊങ്കാലയ്ക്കായിട്ട് വന്നിട്ടുണ്ടവരുണ്ടാവും, അവരോടൊക്കെ ആരോഗ്യം നന്നായി സൂക്ഷിക്കാൻ പറയണം. അതുപോലെ വ്രതത്തിന്റെ ഭാഗമായൊക്കെ പതിവായി കഴിക്കുന്ന മരുന്നുകൾ മുടക്കരുത്. ഭക്ഷണമൊക്കെ കൃത്യമായി കഴിക്കുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്യണം. ഭക്തിയോടൊപ്പം തന്നെ ആരോഗ്യവും നന്നായി സൂക്ഷിക്കണം, അല്ലേ അമലേ? ഉറപ്പായിട്ടും. നിർജ്ജലീകരണമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് നടപ്പന്തലിന്റെ ഭാഗത്തേക്കും ഇന്നലെ പോയ നാരങ്ങവിളക്കിന്റെ ഭാഗത്തേക്കും ഒക്കെ പോകാമെന്ന് തോന്നുന്നു. അവിടെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ദൃശ്യം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്ന് ഈ പറയുന്ന നമ്മുടെ നാരങ്ങവിളക്കിന്റെ ഭാഗമാണ്. അതിപ്പോൾ ഈ യൂത്ത് ആണെങ്കിൽ അവരുടെ ഒരു റീൽ സ്പോട്ടായി അത് മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ അത് പറഞ്ഞു. കാരണം അത്രയും ദൃശ്യഭംഗിയുള്ള ഒരു സ്ഥലമാണതെന്ന്. ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഇവരൊക്കെ ഒന്ന് തൊഴുതു പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എത്ര സമയമായിട്ട് ഇവിടെ ക്യൂ നിൽക്കുക? എത്ര സമയമായിട്ട് ക്യൂ നിൽക്കുക? നീയും ഒരുപാട് സമയം നിൽക്കേണ്ടി വരും. നല്ല തിരക്കാണ്. 4 മണി രാവിലെ 4 മണിക്ക് വന്നതാ? അതെ, രാവിലെ 4 മണിക്ക് വന്ന ആളുകളായി നിൽക്കുന്നത്. 4 മണി മുതൽ. എവിടുന്നാ ചേച്ചി വന്നത്? എവിടുന്നാ വരുന്നത്? നിലമ്പൂര്, മലപ്പുറം ജില്ല. മലപ്പുറത്തെ നിലമ്പൂരിൽ നിന്നാണ്. മലപ്പുറത്തെ നിലമ്പൂരിൽ നിന്നാണ്. നിലമ്പൂരുകാരെ കാണുന്നുണ്ടോ? ഈ ചേച്ചി എത്തിയത് മലപ്പുറത്തെ നിലമ്പൂരിൽ നിന്നാണ്. രാവിലെ 4 മണി മുതൽ നിൽക്കുന്നതാണ് ദർശനത്തിന് വേണ്ടി. അതായത് 4 മണി ആണെങ്കിൽ
ഇനി ഏറ്റവും കുറഞ്ഞത് ഈ തിരക്ക് കൂടി കടന്ന് അവിടെ പോയി ഒന്ന് തൊഴാനുള്ള സമയം ഒരു 3 മണിക്കൂറും കൂടി അല്ല, എടുക്കും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നിലമ്പൂരിൽ നിന്ന് വന്ന ഈ ചേച്ചി നിൽക്കുന്നത് ഇവിടെയാണ്. ഇതിനും മുന്നേ ഒരുപാട് പേര് ക്യൂ കടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വരെ എത്തണമെങ്കിൽ മിക്കവാറും ഇന്നലെ മനുഷ്യന് തന്നെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. കയറ് കെട്ടി ആളുകളെ തടയുകയാണ്. അതായത് അവർ തൊഴുതു പോയതിന് ശേഷം ഇനി ബാക്കിയുള്ള ആളുകളെ ഇവിടെ നിന്നും അങ്ങ് കടത്തി വിടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. എവിടെയും അമ്മേ നാരായണ ദേവി നാരായണ വിളികൾ മാത്രമാണുള്ളത്. ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേരുടെയും മനസ്സുകളിൽ എന്താവുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കുക, ജീവിതത്തിലെ പ്രാർത്ഥനകൾ നിറവേറുക, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടിയും പ്രതീക്ഷകളോടുകൂടിയും അമ്മയെ കാണാൻ വന്ന് നിൽക്കുന്നവരാണ് ഇന്നെല്ലാവരും. അവരുടെയൊക്കെ ഉള്ളിൽ നടക്കുന്നത് എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരുപക്ഷെ കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും. എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, പലരുടെയും കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. മോത്തി, ഈ തലസ്ഥാന നഗരിയിൽ നമ്മൾ വിചാരിക്കും ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് മാത്രമാകും ഈ അമ്മനാരായണ ദേവി നാരായണ ശരണ മന്ത്രങ്ങൾ. അങ്ങനെയല്ല, തലസ്ഥാനത്തിൻ്റെ നമ്മൾ വന്ന വഴിയിൽ കണ്ടതല്ലേ എല്ലായിടങ്ങളിലും ദേവീ പീഠങ്ങളാൽ നിറഞ്ഞിട്ടുണ്ട്. ഇവർ അമ്പലത്തിന് സമാനമായി, കാരണം പൊങ്കാല നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇവിടേക്ക് എത്താൻ പറ്റില്ലെന്നുള്ള കാര്യം സംശയമേ വേണ്ട. ഇന്നിതാണ് തിരക്കെങ്കിൽ നാളത്തെ അവസ്ഥ എന്താകുമെന്ന് പറഞ്ഞറിയിക്കേണ്ടല്ലോ. സ്വാഭാവികമായും എല്ലായിടങ്ങളും അവർ അമ്പലമാക്കി മാറ്റുകയാണ്. തോറ്റമ്പാട്ട് അവിടെ ഇന്നലെ ഉണ്ടായിരുന്നു. അതെ, ഇന്നലെ പരമശിവന്റെ കയ്യിൽ നിന്നും അനുഗ്രഹമൊക്കെ വാങ്ങി വന്നതാണ് ഒരു നിഗ്രഹത്തിന് വേണ്ടി. അപ്പോൾ നാളെ ഇന്ന് മധുരാപുരിയിലേക്കൊരു പോക്കുണ്ട്. കണ്ണകിയുടെ സ്വന്തം ഭർത്താവിനെ വധിച്ച ആളുകൾക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു പോക്ക്. ഇന്ന് ഈ ഒരു സ്വർണ്ണപ്പണിക്കാരനാണല്ലോ ഇതിന്റെ എല്ലാത്തിന്റെയും കാരണക്കാരൻ. അപ്പോൾ ആ സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്ന ഭാഗമാണ് ഇന്ന് മധുരാപുരിയിലേക്ക് എത്തിയ കണ്ണകി ചുട്ടിരിക്കുന്നതാണ്. നാളെ കംപ്ലീറ്റ് ആണ്. നാളെ പാണ്ഡ്യരാജാവിനെയും ഫിനിഷ് ചെയ്യും. അപ്പോൾ അതോടുകൂടി പിന്നെ പൊങ്കാലയുടെ ആവേശങ്ങൾ എടുക്കും. അവിടെ വിവിധ കലാപരിപാടികളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. പല വേദികളിലായി അംബിക, അംബാലിക മൂന്ന് വേദികളിലായിട്ടാണ് നിറഞ്ഞ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ ദേവി ക്ഷേത്ര നടയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കലാകാരന്മാരുടെ കൂടി ഒരു മികച്ച അവസരത്തിന് സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് അല്ലേ? പിന്നെ ഒരുപാട് പേര്, കാരണം ഇവിടെ വന്ന് ഒരു പരിപാടി അവതരിപ്പിച്ചാൽ എന്റെ ദൈവമേ മോത്തി എവിടേക്ക് നോക്ക്, നടപ്പന്തലിലെ തിരക്ക്. നമ്മൾ നേരത്തെ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇത് സ്ഥിരമായിട്ടുള്ള നടപ്പന്തലാണ്. തൊട്ടിപ്പുറയുള്ളത് താൽക്കാലിക നടപ്പന്തലാണ്. ആ താൽക്കാലിക നടപ്പന്തലും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഇനി എന്താ പറയുന്നത്, ഒരു സൂചി കുത്താൻ ഇടയില്ല എന്നൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ പറയുന്നത് പോലെ ഇതിപ്പോൾ സൂചി കുത്താൻ ഇടയില്ലാത്ത അവസ്ഥയാണ്. അത്രയധികം ആളുകൾ ഇങ്ങനെ ഒഴുകി. അല്ലെങ്കിൽ സൂചി കുത്താൻ ഇടമില്ല എന്ന് മാത്രമല്ല, പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴില്ല എന്നൊരു പ്രയോഗമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ആ കാഴ്ച തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം ഈ നാരങ്ങ വിളക്ക് അതിമനോഹരമായ കാഴ്ചയാണ്. നാരങ്ങയിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനായി അവർ ദേവിക്ക് അർപ്പിക്കുന്ന ഒരു പൂജ പോലെയാണ്. അവർ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊണ്ട് തിരികെ മടക്കും. എന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ച ശേഷം